സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്തകൗന്ദേയ നതേഷു രമതേ ഭുതാ. ഏഹി ഇതിലൊക്കെ അപ്പുറം എങ്ങനെയാ അനലൈസ് ചെയ്യാൻ നോക്കൂ നിങ്ങൾ. എന്തൊരു ഗംഭീരതയാണ് അതിനൊക്കെ. ഏ ഹി തീർച്ചയായിട്ടും സംസ്പർശജാ ഭോഗ, ഭോഗങ്ങളൊക്കെ സ്പർശിച്ചു പോകുന്നതാണ്. ഇന്ദ്രിയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവരൊക്കെ അല്പസുഖം തന്നുകൊണ്ട് അവർ പോവും. ആര് ഭോഗസുഖങ്ങളൊക്കെ അങ്ങനെയല്ലേ. ഏത് അനുഭവങ്ങളും ഇന്ദ്രിയങ്ങളുടെ കുറച്ച് അനുഭവത്തിലേ നമുക്കുള്ളൂ. കൂടുതൽ ഒരു അനുഭവം ഒരു ഇന്ദ്രിയത്തിലൂടെയും അനുഭവിക്കാൻ പ്രകൃതി നമ്മളെ സമ്മതിച്ചിട്ടില്ല. ഇപ്പം ലഡു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 ലഡു തന്നാൽ സന്തോഷം, 2 ലഡു തന്നാൽ സന്തോഷം, 3 ലഡു തന്നാൽ സന്തോഷം. ഈ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ പാലും പഴം കൊടുക്കണം, എല്ലാവരും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവർക്ക് ലഡു കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നത്. ഓരോ ലഡു അപ്പം തന്നെ കഴിക്കണം. അങ്ങനെ ഒരു 10-15 ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ലഡു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? ഡൈവേഴ്സ് അപ്പം നടക്കും. മതിയാവും അവർക്ക്. കുറേ കഴിഞ്ഞാൽ മടുപ്പ് വരും. ഒരു ഇന്ദ്രിയത്തിനും ഒരു അനുഭവത്തെയും പെർമനൻ്റായി അനുഭവിക്കാൻ പ്രകൃതി സമ്മതിച്ചിട്ടില്ല. ഉണ്ടോ? ഒരു ഇന്ദ്രിയത്തിനും പറ്റില്ല. പായസം കുറേ കഴിഞ്ഞാൽ മടുപ്പ് വരും. TV കുറേ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് വേദനിക്കും. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും കൂടുതൽ പറയുന്നില്ല. സംസ്പർശജാ ഭോഗ ദുഃഖയോനയ, അത് പോയി കഴിഞ്ഞാൽ ദുഃഖം നമ്മുടെ മനസ്സിൽ കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖം. ആ ദുഃഖത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് ഉയർത്തണമെങ്കിൽ നതേഷു രമതേ ബുധ, ഇതല്ല സുഖം എന്ന് വിവേകികൾ തിരിച്ചറിയുന്നു. അവരെന്ത് ചെയ്യണു? ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമസ്നുതേ. അയാളുടെ പ്രത്യേകത എന്താണ്? ബാഹ്യസ്പർശേഷു അസക്താത്മാ. അയാളുടെ മനസ്സ് ഇതിലല്ല വെക്കുന്നത്. ബാഹ്യസ്പർശങ്ങളിലൂടെ സുഖം തരുന്ന വസ്തുക്കളിലല്ല അയാളുടെ മനസ്സ് അയാൾ ഉറപ്പിച്ചിരിക്കുന്നത്, ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അയാളുടെ വിവേകം അതിലല്ല ഇരിക്കുന്നത്. പിന്നെ ഇതിലാണ് സബ്രഹ്മയോഗയുക്താത്മാ. എവിടേക്കാണ്? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമായിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സുറപ്പിച്ചുകൊണ്ട് ബുദ്ധി ഉറപ്പിച്ചുകൊണ്ട് സുഖമക്ഷയമസ്നുതേ. അയാൾ എവിടെ നിന്ന് സുഖം അനുഭവിക്കുന്നു? അയാളിൽ തന്നെ സുഖം അനുഭവിക്കുന്നു. ഒരാൾ ആത്മാരാമനാണ്, മറ്റൊരാൾ ചാപ്പാട്ട് രാമനാണ്. ഇത്രയും വ്യത്യാസം. അപ്പം നമ്മൾ തിരിഞ്ഞുപോയ മനസ്സിനെ രണ്ടിലേക്കും കൊണ്ടുവരണം. ഇതാണ് ആത്മീയത. ഭൗതികതയും വേണം, നമുക്ക് ആത്മീയതയും വേണം. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു വശത്തേക്ക് മാത്രം നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിച്ചാൽ നിങ്ങൾ കിടക്കും. എന്നാൽ നമുക്ക് ഭൗതികവും വേണം, ആത്മീയവും വേണം. ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് കൂടെ കടന്നുപോയ സജ്ജനങ്ങളാണ് പ്രജേതസ്സുകൾ. അവരുടെ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഭാഗവതത്തിലെ 24-ാം അധ്യായം പ്രജേതസ്സുകളുടെ കഥയാണ്. പൃഥുവിൻ്റെ ആ കഥകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രൻ വിജിതാശ്വൻ രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സഹോദരന്മാർക്കൊക്കെ രാജ്യം വിഭജിച്ച് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വന്നൊരു രാജാവായിരുന്നു ബർഹിഷത്ത്. ബർഹിഷത്ത് എന്നാണ് അയാളുടെ പേര്. ആ ബർഹിഷത്ത് അദ്ദേഹം ബർഹിഷസ്സു മഹാഭാഗോ അവിദ്ധാനി പ്രജാപതിം ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച കുരുത്വഹാം യസ്യേദം ദേവയജനം അനുയജ്ഞം വിദന്വത പ്രാചീനാഗ്രൈ കുശൈരാസിൽ ആസ്ത്രിതം വസുധാതലം. ബർഹിഷത്ത് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ ക്രിയാകാണ്ഡേഷു നിഷ്ണാദം, അയാൾ വളരെയധികം യാഗത്തിലായിരുന്നു മനസ്സ് പോയത്. ക്രിയകൾ ചെയ്യുന്നത്, ക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ യാഗങ്ങൾ, അതിലങ്ങനെ മനസ്സ് വെച്ചിട്ട് അദ്ദേഹം പ്രാചീനാഗ്രേ കുശൈരാസീത്, പ്രാചീനം കിഴക്കോട്ട് ദർഭപ്പുല്ലുകൊണ്ട്, ദർഭപ്പുല്ലിൻ്റെ മുഖം അങ്ങോട്ട് കാണിച്ച് ഭൂമി മുഴുവൻ ദർഭപ്പുല്ലുകൊണ്ട്, അല്ലെങ്കിൽ യാഗം ചെയ്യുന്ന സ്ഥലം മുഴുവൻ ദർഭപ്പുല്ലുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹത്തിനൊരു പേരും വന്നു. എന്താ പേര്? പ്രാചീന ബർഹിസ് എന്ന് വെച്ചാൽ ദർഭപ്പുല്ല് കിഴക്കോട്ട് വെച്ചവെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു പേരും വന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് ശതധൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവണു. എത്ര പേര്? പ്രാചീന ബർഹിഷത്പുത്ര ശതധൃത്യാം ദശാഭവൻ തുല്യനാമവൃതാ സർവേ ധർമ്മസ്നാദ പ്രജേതസാം. അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായി ഈ ഭാര്യയിൽ. അവർക്ക് പേര് കൊടുത്തത് പ്രജേതസ്സുകൾ. അങ്ങനെയാണ് പ്രജേതസ്സുകൾ വരുന്നത്. 10 പേർക്കും ഒരു പേര്. നല്ല പേരല്ലേ? അലക്സാണ്ടർ 1, അലക്സാണ്ടർ 2, അലക്സാണ്ടർ 3 എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഒരേ പേര് കൊടുത്താൽ വിളിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ലേ? ഒരു പക്ഷേ അച്ഛൻ പേര് കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെ? പ്രജേതസ് 1, 2, 3, 4 ഇങ്ങനെ 10 പേര്.
ഇവരേറെക്കുറെ ഒരുപോലെയാണ്. തുല്യനാമവ്രതാ സർവേ, ഇവർ എല്ലാവരും ഒരുപോലെയായിട്ടുള്ള ആ കുട്ടികൾ. ഇവരെയൊക്കെ അച്ഛൻ എന്ത് ചെയ്തു? പിത്രാദിഷ്ട പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാ അർച്ചൻ തപസ്പതിം യദുക്തം പതിദൃഷ്ടേണ ഗിരിശേന പ്രസീദതാം തൽധ്യായതോ ജമന്തസ്യ പൂജയന്തസ്യ സംയഥാം. അച്ഛൻ മക്കളെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ്. കുട്ടികളെ സമുദ്രത്തിലേക്ക് പോയിക്കോളൂ, അവിടെ ചെന്ന് തപസ് ചെയ്യുന്നു. ഇന്നത്തെ അച്ഛന്മാരാണെങ്കിൽ പാരവിക്കുന്ന അച്ഛന്മാരാ, പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആദ്യത്തെ ആളാണ് ആര്? ഈ കഥ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ തന്നെ മക്കളോട് തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞയക്കുക. അതൊക്കെ നമുക്ക് ഭാരതത്തിലെ സംസ്കാരം നമുക്ക് പറഞ്ഞു തരികയാണ്. പിടിച്ചു വെക്കുകയായിരുന്നില്ല മക്കളെ, പോയി തപസ് ചെയ്യും കുട്ടികളെ, അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം അച്ഛന് മനസ്സിലായി കുട്ടികൾ ഇവിടെ നിന്ന് വളർന്നാൽ ഒരു പക്ഷേ വഴിതെറ്റും. അതുകൊണ്ട് ഇവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് കുറച്ച് കാലം പോയിട്ട് തപസ്സൊക്കെ ചെയ്തിട്ട് അവരുടെ മനസ്സിനെ അവർ ഉയർത്തണം എന്ന് ആര് മനസ്സിലാക്കി? പ്രാചീന ബർഹിസ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മളൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലൊന്നും ഇടപെടുകരുത്, അവരെയൊക്കെ വളരാനായിട്ട് സ്വതന്ത്രരാവാനായിട്ട് നമ്മൾ അനുവദിക്കണം എന്ന് പറയുകയാണ്. ഇന്നിപ്പോൾ നമുക്കതൊന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അച്ഛനും അമ്മയെ കണ്ടല്ലോ ട്യൂഷന് പറഞ്ഞേക്കുക എന്നല്ല തപസ് ചെയ്യാൻ പറഞ്ഞേക്കുമോ? കൂട്ടാ ഒരു 10 മിനിറ്റ് ഇരുന്ന് നാമം ചൊല്ലിക്കോളും. സമ്മതിക്കില്ല. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു പണ്ട്. എന്നിട്ട് ആ കുട്ടികളോട് പറയുന്നത് ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയത. ഉണ്ണികളെ ഇവിടുന്ന് പോയിട്ട് തപസ് ചെയ്യുമെന്ന്. അങ്ങനെ അവർ പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് ഗിരീശൻ, അതായത് ഗിരീശൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ പ്രകടമായിട്ട് അവർക്ക് ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പരമശിവനിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ മന്ത്രത്തെ ഒന്ന് വിസ്തരിച്ചു തരൂ എന്ന് വിതുരർ മൈത്രേയരോട് പറഞ്ഞപ്പോൾ ആ മൈത്രേയ മഹർഷി അത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മഹാത്മാക്കളായിരിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് പോയിട്ട് സമുദ്രമുപവിസ്തീർണം അപശ്യൻ സുമഹൽസരാം മഹന്മന ഇവ സ്വച്ഛം പ്രസന്ന സലിലാശയം. അവർ ആ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി അവിടെ ഒരു തടാകത്തെ കണ്ടു എന്നാണ്. തെളിഞ്ഞ തടാകം, ജലാശയം, സ്വച്ഛം പ്രസന്ന സലിലാലയം. അത് കണ്ടതും ആ സരസിനെ കണ്ടതും അവർ മനസ്സിലാക്കി ഇവിടെ തന്നെ നമുക്ക് തപസ് ചെയ്യാനും. ആ സമയത്ത് ആ തടാകത്തിലേക്ക് അവർ തിരിഞ്ഞതും അവിടെ കാണുന്നു സപ്തഹേ മനികായാഭം ക്ഷിതികണ്ഠം ത്രിലോചനം പ്രസാദ സുമുഖം വീക്ഷ്യ പ്രണേമോ ജാതകൗതുകാം സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലാം ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാഹം. പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രകടമാവുന്നു ക്ഷിതികണ്ഠം ത്രിലോചനം. ആരായിരിക്കണം? ശിവരാത്രി ദിവസം തന്നെ ആ ശിവൻ അവിടെ പ്രകടമാവുന്നു എന്ന് പറയണം. ഇന്ന് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്ന സമയത്ത് ആ ശിവൻ അവിടെ പ്രകടമായിട്ട് അവരെ നോക്കിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടി അവരെല്ലാവരും പ്രണേമുർജാത കൗതുകാം ആ ഭഗവാനെ നമസ്കരിച്ചു. ആ ഭഗവാൻ വളരെ പ്രീതനായിട്ട് അവരോട് പറയണ യൂയം വേദിഷതപുത്ര വിദിതം വശിഗീർഷ്യതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിച്ചത്, നിങ്ങൾ ജിജ്ഞാസുക്കളാണ്, വിവേകികളാണ്, നിങ്ങൾ വാസ്തവത്തിൽ ഭഗവാനിലേക്ക് ഉയരാൻ യോഗ്യരാണ്. അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഭഗവാൻ ആരുടെ മുന്നിലാണ് പ്രകടമാവുകയെന്നറിയോ? ആരാണോ ജിജ്ഞാസുക്കളും വിവേകികളുമായിരിക്കുന്ന ആളുകൾ, അവരുടെ മുന്നിലൊക്കെ ഭഗവാൻ പല വിധത്തിലുള്ള രൂപങ്ങളെടുത്ത് പ്രകടമാവുന്നതാണ്. എന്നിട്ട് പറയുന്നു യപ്പരം ബ്രഹ്മസ സാക്ഷാത് ത്രിഗുണ ജീവസംജ്ഞിതാൽ ഭഗവന്തം വാസുദേവം പ്രപന്നസ പ്രിയോമേ. എല്ലാവരിലും സൂക്ഷ്മരൂപത്തിൽ ത്രിഗുണ ജീവസംജ്ഞിതാൽ ഈ മനസ്സാകുന്ന ത്രിഗുണത്തിൽ ജീവരൂപത്തിൽ പ്രകാശിക്കുന്ന ആ പരമസത്യമുണ്ടല്ലോ, ആരാണത്? ഭഗവന്തം വാസുദേവം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ വാസുദേവൻ തന്നെയാണ്. സപ്രിയോഹിമേ, എനിക്ക് അദ്ദേഹം വളരെ പ്രിയനാണ്. വളരെ ശ്രദ്ധിക്കൂ, പരമശിവൻ ഏത് ഭഗവാനാണ് പ്രിയനാണെന്ന് പറയുന്നത്? എല്ലാവരിലും ത്രിഗുണ ജീവസംജ്ഞിതാൽ. ഭാഗവതമുള്ളവരൊക്കെ ശ്രദ്ധിക്കൂ, ത്രിഗുണം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ. അതെവിടെ വരുന്നത്? നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ? മനസ്സിൽ. ഗുണങ്ങളൊക്കെ മനസ്സിലാണ്. ആ ത്രിഗുണങ്ങളായിരിക്കുന്ന മനസ്സിൽ ജീവരൂപത്തിൽ പ്രകാശിക്കുന്നത് മറ്റാരുമല്ല, ഭഗവാൻ വാസുദേവം. ആ ഭഗവാൻ തന്നെ പ്രിയോ, എനിക്ക് പ്രിയനാണ്. അപ്പം ശിവനിലും ഈ പ്രദേശങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ്. വളരെ ശ്രദ്ധിക്കും, നമ്മൾ ആ കാതലിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം ഉറപ്പിച്ചിരിക്കുന്നത് ശിവൻ വേറെയാണ്,
ഭഗവാൻ വേറെ, മറ്റുള്ളവരൊക്കെ വേറെയാണെന്നാണ്. പക്ഷെ ശ്രദ്ധ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പറയണ സ്വധർമ്മനിഷ്ഠ ശതജന്മ വിപ്വമാൻ വിരിഞ്ചതാമേതി തതപരം ഹിമാം അവ്യാകൃതം ഭാഗവതോദ വൈഷ്ണവം പദം യദാഹം വിബുധാ കലത്തി. ശതജന്മഭി, ഈ ഒരു സുഹൃതമുണ്ടല്ലോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജന്മത്തിൻ്റെ ഒരു മഹത്വം, എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നത്. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ പലതും ആർജിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയും, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. നമുക്ക് ഈ അറിവ് കിട്ടണമെങ്കിൽ എത്രയോ ജന്മങ്ങളുടെ ഒരു കലക്ഷൻ നമ്മളിലുണ്ട്. ആ ജന്മങ്ങളിൽ വിരിഞ്ചതാമേതി, അതിനുശേഷം പരംഹിമാം, നമ്മുടെ മനസ്സ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന സോഴ്സ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലേക്ക് നമ്മൾ വരണം. അതൊരു സുഹൃതമാണ്, എല്ലാവർക്കും സാധിക്കുന്നതല്ല. നമ്മൾ ദിവസവും പത്രം നോക്കിക്കഴിഞ്ഞാലല്ലോ ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെ തൻ്റെ മനസ്സാണ് തൻ്റെ ജീവിതം കൊണ്ടു നടക്കുന്നതെന്ന് പോലും അവർ അറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന കണ്ണി മനസ്സാണ്. അതാണ് വിരിഞ്ച് എന്നുള്ളത്. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം അതും ആരാണ്? മനസ്സ് തന്നെയാണ്. അതാണ് ശിവൻ എന്ന് പറയുന്നത്. ഇനി ആ ശിവനും അപ്പുറത്താണ് ഭാഗവതോദ വൈഷ്ണവം പദം. ആ മനസ്സിനും അപ്പുറത്താണ് ആര്? ഭഗവാന്റെ പദം എന്ന് മനസ്സിലാക്കാൻ ഈ ജന്മം സഫലമാക്കാൻ സാധിച്ചാൽ അതാണ് കുട്ടികളെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം. അതുകൊണ്ട് അഥ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമൽ ഭാഗവതാനാം ച പ്രയാനന്യോസ്തി ഗർഹിജിൽ. അതുകൊണ്ട് കുട്ടികളെ, ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഭഗവാൻ പ്രിയനായി തീർന്നിരിക്കുന്നത്. തപസ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ പ്രിയനായിട്ട് ആരെ കണ്ടിരിക്കണം? ഭഗവാനെ പ്രിയനായി കണക്കാക്കാത്തവരൊക്കെ അമ്പലത്തിൽ പോലും പോകാൻ പറ്റില്ലേ? പറ്റുമോ? കുറച്ചൊരു സ്നേഹം വേണ്ടേ? ഇന്ന് നിങ്ങൾ ഭഗവാനെ പ്രിയനായി കണക്കാക്കിയിരിക്കണം. അതുകൊണ്ട് ആരാണോ ഭഗവാനെ പ്രിയനായി കണക്കാക്കിയിരിക്കുന്നത് അവർ എന്നെ സംബന്ധിച്ച് ഭാഗവത ഭക്താനം ന പ്രേയാന്യോ കർഹിജിൽ, അവരെക്കാൾ പ്രിയം എനിക്ക് വേറെ ആരോടുമില്ല. ശിവൻ ആരെ ഇഷ്ടമെന്ന് ശിവൻ പറയാണ്. ഭഗവാനെ പ്രിയനാക്കി കണക്കാക്കിയവരെയാണ് ആർക്കിഷ്ടം? ശിവനിഷ്ടം. നോക്കൂ, നമ്മൾ ഈ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണേ. അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്നവരല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആരുടെ മനസ്സാണോ ഭഗവാനെ പ്രിയനായി കണക്കാക്കുന്നത് അവരെയാണ് ഭഗവാൻ ശിവനിഷ്ടം. എന്നിട്ട് പറയുന്നു ഇതം വിവിക്തം, അതുകൊണ്ട് ജപ്തവ്യം പവിത്രം മംഗളം വരം നിശ്രേയസകരം ചാബി ശ്രൂയതം തദ്വദാമി. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആ ഭഗവാൻ വാസുദേവനിലേക്ക്, ഇവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റിദ്ധരിക്കരുത്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമസത്യത്തെയാണ് വാസുദേവൻ, അതിലേക്ക് ഉയർത്തുന്ന ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിൽ ആ ഭേദബുദ്ധി വളരെ മാറ്റേണ്ടിയിരിക്കണം. നമുക്ക് എറണാകുളത്തപ്പൻ വേറെയാണ്, ഗുരുവായൂരപ്പൻ വേറെയാണ്. ശിവരാത്രി ദിവസം കൃഷ്ണനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴുന്നത് ശിവനിലാണ്. പണ്ട് കാലത്ത് ഗുരുവായൂരിൽ 2 യാചകന്മാരുണ്ടായിരുന്നു അത്രേ. ഒരു തമാശക്കഥ കേട്ടിട്ടുണ്ട്. 2 യാചകന്മാർ. ഇപ്പം അങ്ങനെയുള്ളവരില്ല കേട്ടോ. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വെച്ച്, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ച് ഒരു ധൂപവും കത്തിച്ച് നാരായണ 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. ആൾക്കാരെന്തെങ്കിലും ചില്ലറയിടും. അപ്പം ശിവരാത്രി ദിവസം ഇവർ 2 പേരും മമ്മിയൂരെത്തി. അന്നിവിടെ ബിസിനസ് നടക്കില്ല, ഇവിടെ ഗുരുവായൂരില്ല. അപ്പോൾ 2 പേരും അടുത്തടുത്താണ് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ തട്ടിലേക്ക് ധാരാളം കാശ് വീഴുന്നുണ്ട്. മറ്റാളെ മൈൻഡ് ചെയ്യുന്നില്ല ആളുകൾ. അപ്പം ഇവൻ വിചാരിച്ചു, എന്താ ഇവനെ നല്ലോണം മൈൻഡ് ചെയ്യുന്നത്, എന്നെ മൈൻഡ് ചെയ്യാത്തത്? ചോദിച്ചു എന്താ രഹസ്യം എന്ന്. പറഞ്ഞു അത് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അല്ല സുഹൃത്തെ, ഒന്നും എനിക്ക് പറഞ്ഞതാ. അവസാനം ഇവർ തമ്മിൽ ബിസിനസ്, എനിക്ക് കിട്ടുന്നതിൻ്റെ 10% നിനക്ക് തരാമെന്ന്. അപ്പം മറ്റവൻ വിചാരിച്ചു ബിസിനസ്സാണല്ലോ, ശരി നീ എൻ്റെ പ്ലേറ്റിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. പ്ലേറ്റിലേക്ക് നോക്കിയപ്പം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ മാറ്റി ശിവൻ്റെ ഫോട്ടോ ആണ്. മറ്റവൻ ഇപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിരിക്കണതേ, അതുകൊണ്ടാണ് പൈസ വീഴാത്തത്. ഉടനെ മറ്റവൻ പറയാണ് ബിസിനസ് ഈസ് ബിസിനസ് എന്ന്. കാരണം ഇവിടെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെക്കേണ്ടത് ശിവൻ്റെ ഫോട്ടോ ആണ്. ആളുകൾ അത്ര കൺഫ്യൂസ്ഡ് ആണ്, ഇത് വേറെ അത് വേറെ എന്ന്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ആത്മീയമായി ഉയരാത്തത്. ആ ശിവൻ എന്നുള്ള വാക്ക് പോലും നമ്മൾ തെറ്റായിട്ട് ധരിക്കുകയാണ്, ഒരു ശിവലിംഗമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം, ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ശ്രീരുദ്രൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് 24-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം മുതലുള്ള രുദ്രഗീതം.
ഭാഗവതം വാങ്ങിക്കണം, എല്ലാവരും അത് ദിവസവും വായിക്കണം. അത്ര മഹത്വരമാർന്നൊരു മന്ത്രമാണ്. ഉപദേശിക്കുന്നത് പരമശിവൻ, ഉപദേശിച്ചു കൊടുക്കുന്നത് ആർക്കാ ഉപദേശിച്ചു കൊടുക്കുന്നത്? പ്രചേതസ്സുകൾക്ക്, അതും ജിജ്ഞാസുക്കളും വിവേകികളുമായിട്ടുള്ള പ്രചേതസ്സുകൾക്ക് അത്ര ഉത്കൃഷ്ടമായ മന്ത്രം. ജിതം ത ആത്മവിദ്യുര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്ത്വമേ ഭവദാരാധസാരാദ്ധം സർവാസ്മാ ആത്മനേ നമ. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമ പരമഹംസായ പൂർണ്ണായ നിബദാത്മനേ. ഇപ്രകാരം വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു പോവുകയാണ്. ജിതം ത ആത്മവിദ്യുര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്ത്വമേ. ഭഗവാനെ, അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ്. എല്ലാവരിലും